ഒരു പോര് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. KT ജലീൽ വേഴ്സസ് PK ഫിറോസ്. കുറച്ച് ദിവസമായി ആരോപണ പ്രത്യാരോപണങ്ങൾ തുടങ്ങിയിട്ട് ജലീലിനെതിരെ വീണ്ടും ആരോപണവുമായി യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഇന്ന് രംഗത്ത് വന്നു. മലയാളം സർവകലാശാലയ്ക്കായി ഏറ്റെടുത്തത് നിർമ്മാണ യോഗ്യമല്ലാത്ത ഭൂമിയെന്നാണ് ഫിറോസിന്റെ ആരോപണം. എന്നാൽ UDF കാലത്താണ് ഭൂമി ഏറ്റെടുത്തതെന്നാണ് KT ജലീലിന്റെ മറുപടി. ഫിറോസിനെതിരെ വിജിലൻസിനും ഇൻകം ടാക്സിനും പരാതി കൊടുത്തതായും ജലീൽ പറയുന്നു. രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ നമുക്ക് ആദ്യം കേൾക്കാം. സർക്കാർ ചെലവഴിച്ച 17,65,00,000 രൂപ ശ്രീ KT ജലീലിൽ നിന്ന് ഈടാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. കാരണം ഈ ഭൂമി ഉപയോഗശൂന്യമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഈ ഭൂമി വേണമെങ്കിൽ ജലീൽ ഏറ്റെടുത്തോട്ടെ. ഇത് തിരിച്ചു പിടിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. 2016 ഏപ്രിൽ മെയ് മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. അതിനുശേഷം ഗവൺമെന്റ് ഈ 17.21 ഏക്കർ എന്നുള്ളത് കുറച്ച് 11 ഏക്കറാക്കി. കാരണം 6.25 ഏക്കറോളം സ്ഥലം സത്യത്തിൽ നിർമ്മാണം നടത്താൻ പറ്റാത്ത കണ്ടൽക്കാടുകൾ ഉൾക്കൊള്ളുന്ന മേഖലയായിരുന്നു. ആ മേഖല മുഴുവൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ മാത്രമല്ല, ആ സന്ദർഭത്തിലൊക്കെ ഞാൻ ഇതിലേക്ക് വരുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല ഏൽക്കുന്നത് 2 വർഷം കഴിഞ്ഞിട്ടാണ്. ഒരു തരത്തിലുള്ള കമ്മീഷനും ഉണ്ടായിട്ടില്ല. മുബഷിർ അക്ബർ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് മുബഷിർ അക്ബർ. ഇതിപ്പോൾ കൊണ്ടും കൊടുത്തും രണ്ടുപേരും ഗോളടിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിലൂടെ കുറെ കാര്യങ്ങളൊക്കെ മലയാളിക്ക് ബോധ്യമാകുന്നുമുണ്ട്. ഇപ്പോഴത്തെ ഈ തർക്കത്തിൽ സത്യം പറയുന്നത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരമാകാൻ ഇനിയും കാക്കണമെന്നാണോ മുബഷിർ? മലപ്പുറം തിരൂരിലെ മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഭൂമിയുമായി ബന്ധപ്പെട്ട് വ്യാപക സാമ്പത്തിക തിരിമറി KT ജലീൽ നടത്തി കമ്മീഷൻ കൈപ്പറ്റി എന്നുള്ളതാണ് PK ഫിറോസിന്റെ ആരോപണം. നേരത്തെ സമാനമായിട്ടുള്ള ആരോപണം യൂത്ത് ലീഗ് ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ KT ജലീലിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് യൂത്ത് ലീഗ് നേതാക്കളും PK ഫിറോസും ആ ഒരു മേഖല സന്ദർശിച്ച ശേഷം സമാനമായിട്ടുള്ള ആരോപണം ആവർത്തിച്ചിരിക്കുന്നത്. പരിസ്ഥിതി ലോല മേഖലയായിട്ടുള്ള നിർമ്മാണ അനുമതിയില്ലാത്ത പ്രദേശത്ത് ഭീമമായ തുകയ്ക്ക് ഈ ഭൂമി സർക്കാർ വാങ്ങി. അതുമായി ബന്ധപ്പെട്ട് KT ജലീൽ കമ്മീഷൻ കൈപ്പറ്റി എന്നുള്ളതായിരുന്നു PK ഫിറോസ് പറഞ്ഞിരുന്നത്. ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും നിഷേധിച്ച് KT ജലീൽ തന്നെ ഇന്ന് രംഗത്തെത്തി. തെളിവുകൾ പുറത്തുവിടാൻ PK ഫിറോസിനെ KT ജലീൽ വെല്ലുവിളിച്ചു. UDF സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും ഒടുവിൽ ഭൂമി ഏറ്റെടുത്തിരുന്നത്. തനിക്ക് ഈ ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ബന്ധവുമില്ല, ഏത് തരത്തിലുള്ള അന്വേഷണങ്ങളെ നേരിടാൻ തയ്യാറാണെന്നുള്ളതാണ് KT ജലീൽ പറഞ്ഞു വെച്ചത്. അതേസമയം KT ജലീൽ നേരത്തെ PK ഫിറോസിന്റെ വ്യവസായ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഇന്ന് മറുപടി പറയാൻ PK ഫിറോസ് തയ്യാറായിട്ടില്ല. താങ്ക് യു മുബഷിർ. എന്തായാലും ആ മറുപടികൾ അടുത്ത ദിവസം വരുമോ എന്നതറിയാൻ നമുക്ക് നാളത്തെ പകലിനായി കാത്തിരിക്കാം.